ലക്ഷദ്വീപിൽ തെങ്ങ് വെട്ടുന്നതിനെതിരെ പ്രതിഷേധം. തെങ്ങ് മുറിക്കുന്നത് തടയാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളാണ് ലക്ഷദ്വീപ് ഭരണകൂടം മുറിക്കാൻ ഉത്തരവിട്ടത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ തെങ്ങ് റോഡിലേക്ക് ചായ്ഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഗതാഗതത്തിന് ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടാകുന്നോ? സമയാസമയങ്ങളിൽ ഇതിന്റെ ഓലകളൊക്കെ വെട്ടി വൃത്തിയാക്കിയാൽ അത് അങ്ങനെ തന്നെ നിലനിർത്താം എന്നതാണോ നാട്ടുകാർ പറയുന്നത്? ഇതിൽ ഭരണകൂടം പറയുന്നത്, അതായത് കാലവർഷം എത്താറായി. അപ്പോൾ കാലവർഷം എത്തുമ്പോൾ ഇത്തരത്തിൽ തെങ്ങുകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ, നമുക്കറിയാം ലക്ഷദ്വീപിൽ നിന്ന് പ്രധാനമായും മെഡിക്കൽ ഇവാക്യുവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ആ മെഡിക്കൽ ഇവാക്യുവേഷനെ ഈ കാലവർഷം വരുമ്പോൾ ഈ തെങ്ങൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ബാധിക്കും. അത് കാരണം കൊണ്ടാണ് തെങ്ങ് വെട്ടിമാറ്റുന്നത് എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ നിലപാട്. പക്ഷേ ആളുകൾ പറയുന്നത് ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരമൊന്നും ലഭിക്കുന്നില്ല. മാത്രമല്ല, റോഡ് സൈഡിൽ നിൽക്കുന്ന ഏതാണ്ട് 500ഓളം തെങ്ങുകളുണ്ട്. അപ്പോൾ അതെല്ലാം മുറിച്ചു മാറ്റുകയാണ് ഈ ഭരണകൂടം ചെയ്യുന്നത്. അതുപോലെ തന്നെ പാഴായിട്ടുള്ള തെങ്ങ് മാത്രമാണ് മുറിക്കുന്നു എന്ന് ഭരണകൂടം പറയുമ്പോഴും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇന്ന് രാവിലെ കവരത്തി ദ്വീപിലാണ് നിലവിൽ ഈ ഒരു സംഭവം നടക്കുന്നത്. ഏതാണ്ട് 22ഓളം വരുന്ന ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ മെഡിക്കൽ ഇവാക്യുവേഷനാണ് ഇതിന്റെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ കാലവർഷത്തിന് മുൻപായിട്ടുള്ള ഒരു ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റോഡ് സൈഡിലോട്ട്, റോഡിന്റെ രണ്ടു വശങ്ങളിലുമായി ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾ നീക്കാനുള്ള ഒരു ധാരണയായിട്ടുള്ളത്. ഈ ഹെലികോപ്റ്റർ അടക്കമുള്ളവയിലൂടെയാണ് മെഡിക്കൽ ഇവാക്യുവേഷൻ നടപടികൾ നടത്താറുള്ളത്. അപ്പോൾ അതിനെ ബാധിക്കും എന്നുള്ളതാണ് ഈ ഭരണകൂടം പറയുന്ന കാര്യം. ഏതാണ്ട് പോലീസിനും മറ്റുമായില്ലേ? ഇപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരം ആളുകൾ ഈ ഒരു നഷ്ടപരിഹാരം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഭരണകൂടം പറയുന്നത് ഒരു വ്യക്തിയുടെ 2 തെങ്ങ് മാത്രമേ മുറിച്ച് നീക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴും ആളുകൾക്ക് അത് സ്വീകാര്യമല്ല. ഇവർ ഈ ശോഷിച്ച തെങ്ങാണ് മുറിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷേ നല്ല തെങ്ങുകളുണ്ട്, നഷ്ടപരിഹാരം ഇതിന് വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ ആക്ഷേപം. ഇതിനെ ചൊല്ലിയാണ് നാട്ടുകാർ ഈ ഒരു പ്രതിഷേധവുമായി എത്തിയത്. പ്രാദേശികമായിട്ടുള്ള NCP പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ അണിചേർന്നുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി, പ്രതിഷേധിക്കാൻ എത്തിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ട് ഈ തെങ്ങ് മുറിക്കുന്ന നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലക്ഷദ്വീപിൽ തെങ്ങുകൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം.